I am back after a long fucking time. So, welcome back, my dear Homo sapiens. Welcome back to my channel. Oh shit. Here we go again. സമൂഹത്തിന് എന്ത് വിലയാടാ നിന്റെയൊക്കെ എൻഹാൻസ്മെന്റ് ബോഡി ബിൽഡിംഗ് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നത്. ഈ ഒരു കഴിഞ്ഞ 6 മാസം എനിക്ക് ഇച്ചിരി തിരക്ക് ഉണ്ടായിരുന്നു, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പുറകിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മൾ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആനബോളിക് സ്റ്റെറോയിഡ്സ്. അപ്പോൾ എന്താണ് ആനബോളിക് സ്റ്റെറോയിഡ്സ്, എങ്ങനെയാണ് ആനബോളിക് സ്റ്റെറോയിഡ്സ് വർക്ക് ചെയ്യുന്നത്, ആനബോളിക് സ്റ്റെറോയിഡ്സ് അഡ്വാൻറ്റേജസ്, പിന്നെ അതേപോലെ ഡിസഡ്വാൻറ്റേജസ്, അതായത് അതിൻ്റെ നല്ല ഗുണങ്ങളും ചീത്ത ദോഷങ്ങളും എന്തൊക്കെയാണ്, പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ്, ഇതൊക്കെയാണ് നമ്മൾ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു എൻ്റെ വക ഒരു ചെറിയ വർക്കൗട്ട് സെഷൻ, അതിനെ വീഡിയോ കഴിഞ്ഞു. ഓക്കെ, 2 വിഭാഗങ്ങളായിട്ടാണ് നമുക്ക് സ്റ്റെറോയിഡ്സ് ഉള്ളത്. അതായത് ഒരെണ്ണം മെഡിസിനൽ പർപ്പസിന് നമ്മൾ സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുന്നത്, പിന്നെ രണ്ടാമത്തേത് വരുന്നതാണ് ആനബോളിക് പർപ്പസ്. അപ്പോൾ ആനബോളിക് സ്റ്റെറോയിഡ്സ്. ഓക്കെ, അപ്പോൾ ഈ 2 കാറ്റഗറിയാണ് നമുക്ക് സ്റ്റെറോയിഡ്സ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആക്ച്വലി നമ്മൾ ബോഡി ബിൽഡിംഗ് പിന്നെ അതുപോലെ തന്നെ സ്പോർട്സിൽ യൂസ് ചെയ്യാൻ പോകുന്ന സ്റ്റെറോയിഡ്സ് ആണ് ആനബോളിക് സ്റ്റെറോയിഡ്സ്. ഇപ്പോൾ ഈ ആനബോളിക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ ബയോളജി ക്ലാസ്സസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ആനബോളിക് ആൻഡ് കാറ്റബോളിക്. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് ആനബോളിക്? ആനബോളിക് എന്ന് പറഞ്ഞാൽ ടിഷ്യൂവിന് നമ്മൾ ഗ്രോത്ത് കൊടുക്കാം. അപ്പോൾ ആനബോളിക് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത്, കാറ്റബോളിക് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ചെയ്യാം. ആ ടിഷ്യൂവിന് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുക, അതിനാണ് കാറ്റബോളിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആനബോളിക് സ്റ്റെറോയിഡ്സ്. അപ്പോൾ ഇവിടെ ഏതിനാണ് നമ്മൾ ഗ്രോത്ത് കൊടുക്കുന്നത്? ആനബോളിക് സ്റ്റെറോയിഡ്സ് ആക്ച്വലി ഏതിനാണ് ഗ്രോത്ത്, ഏത് ടിഷ്യൂവിനാണ് മാക്സിമം ഗ്രോത്ത് കൊടുക്കുന്നത്? നമ്മുടെ മസിൽസ് ടിഷ്യൂസിനാണ് മാക്സിമം ഗ്രോത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 2 കെമിക്കൽ സ്ട്രക്ചേഴ്സ് ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ട് പേടിക്കണ്ട. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല കെമിക്കൽ സ്ട്രക്ചേഴ്സിനെ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ് കാണാൻ പറ്റുന്നത്? ഇവിടെ എന്താണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്? അതായത് ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു 6 മെമ്പേർഡ് റിംഗ് ആണ്. അതായത് ഹെക്സഗൺ 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 പെൻറ്റഗൺ. ഇതേ സെയിം സാധനം തന്നെയാണ് ഇവിടെ ഉള്ളത്, ഹെക്സഗൺ 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 പെൻറ്റഗൺ. അതായത് 4 സൈക്ലിക് റിംഗ് ആണ് ഇവിടെയും ഉള്ളത്, 4 സൈക്ലിക് റിംഗ് ആണ് ഇവിടെയും ഉള്ളത് അല്ലേ? അപ്പോൾ കെമിസ്ട്രി അറിയാവുന്നവർക്ക് ഇത് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇത് നോക്കി, ഇതിൻ്റെ പാരൻ്റ് സ്ട്രക്ചേഴ്സ്, അതായത് ഈ ഒരു ഓർഗാനിക് സ്ട്രക്ചറിൻ്റെയും ഈ ഒരു ഓർഗാനിക് സ്ട്രക്ചറിൻ്റെയും പാരൻ്റായിട്ടുള്ള ബേസ് ഫൗണ്ടേഷൻ സ്ട്രക്ചർ എന്താണ്? ഈ 4 റിംഗ് ആണ് അല്ലേ? 2 3 4. അപ്പോൾ ഇതിൽ ആദ്യത്തെ സ്ട്രക്ചറാണ് നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ. ഇപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മെയിൽ ഹോർമോൺ അല്ലേ? ഇതാണ് ടെസ്റ്റോസ്റ്റിറോൺ. മെയിൽസിന് കൂടുതലുള്ളത് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണാണ് ആസ് കമ്പയർഡ് ടു ഈസ്ട്രോജൻ. ടെസ്റ്റോസ്റ്റിറോൺ ആക്ച്വലി നമുക്ക് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. ക്ലിയർ അല്ലേ? ഇപ്പോൾ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ കെമിക്കൽ സ്ട്രക്ചറാണ് ഇത്. ഓക്കെ, അപ്പോൾ ഈ നാച്ചുറലി ബോഡിയിൽ പ്രൊഡ്യൂസ് ആവുന്ന ഹോർമോൺ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നത്? അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആണുങ്ങൾക്ക് നാച്ചുറലി പെണ്ണുങ്ങളെ കാട്ടും കൂടുതലും മസിൽ മാസ് ഉണ്ടാവാറുണ്ട്, പിന്നെ അവർക്ക് താടി ഉണ്ടാവാറുണ്ട്, വോയിസ് ഇച്ചിരി കൂടി ഡീപ്പായിരിക്കും കമ്പാരിറ്റീവ്ലി. ഓക്കെ, പിന്നെ ഇച്ചിരി ബ്രോഡ് ഫ്രെയിം ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ടെസ്റ്റോസ്റ്റിറോണിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ വരുന്നതാണ് രണ്ടാമത്തേത്, അതായത് മിക്ക ആൾക്കാർക്കും പരിചയം ഉണ്ടാവും, അതായത് ഡയാനബോൾ. അപ്പോൾ ഇത് അതിൻ്റെ കെമിക്കൽ നെയിമല്ല, അതിൻ്റെ നിക്ക് നെയിമാണ്. ഓക്കെ, അപ്പോൾ ഡയാനബോൾ എന്ന് പറഞ്ഞാൽ ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റെറോയിഡാണ്, അതായത് ഹോർമോണാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ ടെസ്റ്റോസ്റ്റിറോണിൽ അതേ സെയിം കെമിക്കൽ സ്ട്രക്ചറാണ് ഇതിലുമുള്ളത്. പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസമാണ് ഇവിടെ വരുത്തിയിട്ടുള്ളത്.
ഇവിടെ ഒരു പുതിയൊരു ബോണ്ട് ഇട്ട് കൊടുത്തു, ഡബിൾ ബോണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു എക്സ്ട്രാ ഒരു CH3 ബോണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ഒരു ചെറിയൊരു വേരിയേഷൻ ചെയ്യുമ്പോൾ തന്നെ അതെന്തായി മാറി? അത് ഡയാനബോളായിരിക്കും. അപ്പോൾ ഈ ഡയാനബോളാണ് മിക്ക ബോഡി ബിൽഡേഴ്സും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അവർ എടുക്കുന്നത്. ഏതൊരു സ്റ്റെറോയിഡ് എടുത്താലും അതിൻ്റെ പാരൻ്റ് സ്ട്രക്ചർ എപ്പോഴും ടെസ്റ്റോസ്റ്റിറോൺ തന്നെ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ തന്നെ വേറെ കുറേ വിശ്വരൂപങ്ങളാണ് ഈ ഡയാനബോള്, പിന്നെ അതേപോലെ ട്രെന്ന്. മനസ്സിലാവുന്നുണ്ട്? ഇതേ സെയിം സാധനം തന്നെയാണ്, പാരൻ്റ് സ്ട്രക്ചർ അതേ സെയിം സാധനം തന്നെ. പക്ഷെ അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു വ്യത്യാസം. ഇവിടെ ചിലപ്പോൾ ഒരു എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. റഷ്യൻ ഒളിമ്പിക് സ്പോർട്സിലൊക്കെ അവർ ഭയങ്കര ഹൈ പെർഫോമൻസ് ആയിരുന്നു ആസ് കമ്പയർഡ് ടു അമേരിക്കൻ സ്പോർട്സ് പ്ലേയേഴ്സ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, അമേരിക്കക്കാർക്ക് അപ്പോഴാണ് ഫിഗർ ഔട്ട് ചെയ്തത്, ഈ റഷ്യൻ സ്പോർട്സ് പ്ലേയേഴ്സ് അവരൊരു തരം ടെസ്റ്റോസ്റ്റിറോൺ തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്, ബട്ട് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ വേറൊരു രൂപമാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തിനാ അങ്ങനെ വേറെ രീതിയിൽ അവർ യൂസ് ചെയ്യുന്നത്? അതായത് നമ്മുടെ ബോഡിയിലോട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ആക്ച്വലി സ്റ്റെറോയിഡ്സ് എന്ന് പറയുന്നത്, ആനബോളിക് സ്റ്റെറോയിഡ്സ് എന്ന് പറയും. ആനബോളിക് സ്റ്റെറോയിഡ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒന്നുമില്ല, നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ തന്നെയാണ്, സെയിം സാധനം തന്നെ. നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നാച്ചുറൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ പല രൂപങ്ങളാണ് സ്റ്റെറോയിഡ്സ്. ഓക്കെ, സ്റ്റെറോയിഡിൻ്റെ മെക്കാനിസം, അതായത് ആനബോളിക് സ്റ്റെറോയിഡിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആനബോളിക് സ്റ്റെറോയിഡിൻ്റെ മെക്കാനിസമാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ സ്വല്പം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്രീനിൽ ഞാൻ ഡിസ്പ്ലേ ചെയ്യാം, നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും കൂടി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആക്ച്വലി ആനബോളിക് സ്റ്റെറോയിഡ് എന്താ ചെയ്യുന്നത്? മെയിനായിട്ട് എന്താ ചെയ്യുന്നത്? അവൻ്റെ ബേസിക് ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ സിന്തസിസ് കൂട്ടാം. അതായത് മസിൽസിൻ്റെ പ്രോട്ടീൻ സിന്തസിസ് കൂട്ടാം, പ്രോട്ടീൻ്റെ പ്രൊഡക്ഷൻ കൂട്ടണം. പുതിയ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ മസിൽസ് വരുള്ളൂ, മസിൽ ഫൈബർ വരും അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ റേറ്റ് കൂട്ടണം. അപ്പോൾ ഒരു ശരാശരി ഒരു ആവറേജ് ഹ്യൂമനിൽ നടക്കുന്ന പ്രോട്ടീൻ സിന്തസിസ് അല്ല ഒരു എൻഹാൻസ്ഡ്, അതായത് ഒരു സ്റ്റെറോയിഡ് യൂസ് ചെയ്യുന്ന ഒരു മനുഷ്യന് നടക്കുന്നത്. കാരണം സ്റ്റെറോയിഡ് യൂസ് ചെയ്യുന്ന ആളുടെ പ്രോട്ടീൻ സിന്തസിസ് ഈ സാധാരണ മനുഷ്യനെക്കാട്ടും 10 ഇരട്ടി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പുതിയ പ്രോട്ടീൻ വന്നാൽ നമുക്ക് പുതിയ മസിൽ ഫൈബേഴ്സ് വരും. മസിൽ ഫൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടണം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ആനബോളിക് സ്റ്റെറോയിഡ്സ് വർക്ക് ചെയ്യുന്നതിൻ്റെ മെക്കാനിസമാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഞാനൊരു സർക്കിൾ പോലെ ഒരു ഇത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മസിൽസിൻ്റെ സെല്ല്. ഓക്കെ, ഇതാണ് മസിൽ സെല്ല്. ഓക്കെ, അപ്പോൾ നമ്മുടെ മസിൽസിൽ ഏറ്റവും ചെറിയൊരു സെല്ലാണിത്. അപ്പോൾ ഈ മസിൽ സെല്ലിൻ്റെ നടുക്കാണ് എന്തുള്ളത്? എല്ലാ സെല്ലിൻ്റെയും നടുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ഒരു ന്യൂക്ലിയസ് ആണ് ഈ നടുക്കുള്ളത്. അപ്പോൾ ഈ ന്യൂക്ലിയസിൽ എന്താ ഉള്ളത്? ഈ ന്യൂക്ലിയസിൻ്റെ അകത്താണ് നമ്മുടെ DNA ഉള്ളത്. DNA മനസ്സിലായോ? അപ്പോൾ ഈ DNA എല്ലാവർക്കും ഓരോരോ ആൾക്കാർക്കും ഓരോരോ DNA ആണ് ഉള്ളത്, ഡിഫറെൻറ്റ് DNA ആണ് ഉള്ളത്. അപ്പോൾ സ്റ്റെറോയിഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വൺസ് സ്റ്റെറോയിഡ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ സ്റ്റെറോയിഡ് നമ്മുടെ മസിൽസിലോട്ട് വരും. മസിൽ സെൽസിൽ നമ്മുടെ കുറേ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഒരു സൈറ്റ് ഉണ്ട്. മസിൽ സെൽസിൻ്റെ അകത്ത് തന്നെ ഒരു റിസപ്റ്റർ എന്ന് പറയുന്ന ഒരു പാർട്ട്. അപ്പോൾ ഈ സ്റ്റെറോയിഡ് എന്താ ചെയ്യുക? ഈ സ്റ്റെറോയിഡ് വന്നിട്ട് ഈ റിസപ്റ്റർ, ആൻഡ്രോജനിക് റിസപ്റ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ റിസപ്റ്റേഴ്സായിട്ട് ഒരു ലോക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അപ്പോൾ ഇതാണ് സ്റ്റെറോയിഡ് ആണെങ്കിൽ ഈ സ്റ്റെറോയിഡ് വന്നിട്ട് കറക്റ്റായിട്ട് ഇതാണ് അതിൻ്റെ റിസപ്റ്ററായിട്ട് ലോക്ക്. ഓക്കെ, അത് കറക്റ്റ് ഇതായിരിക്കണം, കറക്റ്റ് സ്റ്റെറോയിഡ് ആയിരിക്കണം. സ്റ്റെറോയിഡും ആ റിസപ്റ്ററിൻ്റെ ആ ലോക്കും കറക്റ്റ് ആയില്ലെങ്കിൽ അത് ആ ഒരു പ്രോസസ്സ് നടക്കില്ല.
അപ്പോൾ സയൻറ്റിസ്റ്റ് അവർ കറക്റ്റ് നമ്മുടെ റിസപ്റ്റേഴ്സിന് മാച്ച് ചെയ്യുന്ന പോലെയാണ് അവർ ആ സ്റ്റെറോയിഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഇച്ചിരി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിസപ്റ്റേഴ്സ്. ഇത് നമ്മുടെ മസിൽ സെൽസിൻ്റെ മേളിലുണ്ടാവും. ഞാൻ ജസ്റ്റ് ഫോർ ഇമാജിനേഷൻ കാണിക്കുന്നതാണ്. ഈ സ്റ്റെറോയിഡ് വന്നിട്ട് ഇതിൽ ലോക്കായി. ക്ലിയർ അല്ലേ? ഈ ലോക്കായ സ്റ്റെറോയിഡ് അതിനോടൊപ്പം പോവും. ഇങ്ങോട്ട് പോവും, ന്യൂക്ലിയസിൻ്റെ അകത്ത് പോവും. ക്ലിയർ? ന്യൂക്ലിയസിൻ്റെ അകത്ത് ആരാ ഉള്ളത്? നമ്മുടെ DNA. അപ്പോൾ DNA ആണ് ആക്ച്വലി നമ്മുടെ എന്താ പറയുക, ഡെയിലി നമ്മുടെ ഇപ്പോൾ എൻ്റെ ബോഡീൻ്റെ അകത്ത് ഇപ്പോഴും DNA ആണ്. എല്ലാവരുടെയും ബോഡീൻ്റെ അകത്ത് ഓരോ സെക്കൻഡും DNA വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റിസപ്റ്ററും ഈ സ്റ്റെറോയിഡും ഒരുമിച്ച് എന്ത് ചെയ്യും? ഈ DNAൻ്റെ അകത്ത് പോവും, ന്യൂക്ലിയസിൻ്റെ അകത്ത് പോവും. ന്യൂക്ലിയസിൻ്റെ അകത്ത് ചെന്നിട്ട് DNAയിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ. എന്താണ് മോഡിഫിക്കേഷൻ ചെയ്യുന്നത്? DNA അടുത്ത് പറയും, എടാ DNA, അസ്സലാമു അലൈക്കും, അങ്ങനെയൊക്കെ ഉണ്ട് വിശേഷം. എടാ നമുക്ക് ഇന്ന് ഇച്ചിരി പ്രോട്ടീൻ കൂട്ടണം, പ്രോട്ടീൻ സിന്തസിസ് കൂട്ടണം. അപ്പം ഇതാണ് പറയുന്നത്. ഓക്കെ, അപ്പം അസ്സലാമു അലൈക്കും ഒന്നും പറയൂല. ആക്ച്വലി ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു മോഡിഫിക്കേഷൻ ചെയ്യും. ഓക്കെ, അവർ ആ ഒരു DNA ആ ഒരു ഡിവിഷൻ ചെയ്യുന്ന DNA ആ ഒരു ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ ഈ സ്റ്റെറോയിഡ് കയറിയിട്ട് അവിടെ ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ DNAക്ക് ഒരു മെസ്സേജ് വരും, നമുക്ക് പ്രോട്ടീൻ സിന്തസിസ് ഇച്ചിരി കൂട്ടാം. അപ്പോൾ ഒരു നല്ല പ്രോട്ടീൻ സിന്തസിസിൻ്റെ ഒരു ഫാക്ടറി ആയിരിക്കും. മനസ്സിലാവും? വൺസ് ഇവർ പ്രോട്ടീൻ സിന്തസിസിൻ്റെ റേറ്റ് കൂട്ടി പുതിയ പ്രോട്ടീൻ വന്നു. ക്ലിയർ അല്ലേ? ഈ പുതിയ പ്രോട്ടീൻ വരുമ്പോൾ എന്ത് പറ്റി? പുതിയൊരു മസിൽ ഫൈബർ. ക്ലിയർ അല്ല? അങ്ങനെ എത്രയോ ബില്യൻസ് ഓഫ് മെക്കാനിസമാണ് ആ സ്പോണ്ടേനിയസ് ആ ഒരു നിമിഷത്തിന് നടക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ആകെ ഒരു ചെറിയൊരു മസിൽ സെൽസിൻ്റെ കേസിലാണ് ഞാൻ ഈ ഒരു മെക്കാനിസം പറയുന്നത്. അങ്ങനെ എത്ര മസിൽ സെൽസ് ഉണ്ടാവും? എത്രയോ ബില്യൻസ് ഓഫ് മസിൽ സെൽസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മുടെ സ്റ്റെറോയിഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? പ്രോട്ടീൻ സിന്തസിസ്, അതായത് പ്രോട്ടീൻ്റെ പ്രൊഡക്ഷൻ റേറ്റ് കൂട്ടാം. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്താണ് ആനബോളിക് സ്റ്റെറോയിഡ്സിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് അല്ലേ? അപ്പോൾ എന്തൊരു സാധനം യൂസ് ചെയ്താലും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ഉണ്ടാവും, ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും. അപ്പോൾ എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്? ഓക്കെ, ആൾക്കാർ എന്തുകൊണ്ടാണ് സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുന്നത്? ആനബോളിക് സ്റ്റെറോയിഡ്സ് എന്തുകൊണ്ടാണ് അവർ യൂസ് ചെയ്യുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണെന്ന് നമുക്ക് അതിൻ്റെ റീസൺ നമുക്കിവിടെ നോക്കാം. ഇത് വായിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ടെക്സ്റ്റിന് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജസ്, ആദ്യത്തെ മെയിൻ അഡ്വാൻറ്റേജ് ആണ് റാപ്പിഡ് മസിൽ ഗ്രോത്ത്. അപ്പം മസിൽസൊക്കെ ഇങ്ങനെ 3D സ്ട്രക്ചറായിട്ട് ഇങ്ങനെ ഷോൾഡറൊക്കെ ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ റോണി കോൾമാൻ, പിന്നെ അതേപോലെ അർണോൾഡ്, പിന്നെ സീബം, ഇവരൊക്കെ സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം കോമ്പറ്റീഷൻ്റെ സമയത്ത് ആക്ച്വലി അവരെന്താ നോക്കുന്നത്, ജഡ്ജസ് എന്താ നോക്കുന്നത്, നിങ്ങൾ എത്ര ട്രെയിനിങ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ എന്ത് കഴിച്ചോ, അതല്ല അവർ നോക്കുന്നത് നിങ്ങളുടെ മസിൽസിൻ്റെ ഡെഫിനിഷൻ, നിങ്ങളുടെ മസിൽ സൈസ്, ഇതൊക്കെയാണ് അവർ നോക്കുന്നത്. അപ്പോൾ അത് മതി അവർക്ക്. നിങ്ങളത് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? സ്റ്റേജിൽ വന്നിട്ട് ഞാനിപ്പോൾ ഷഡ്ഡി വിട്ടിട്ട് ഞാൻ നല്ലോണം 10 വർഷമൊക്കെ ട്രെയിൻ ചെയ്തു എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് ഉരുണ്ട മസിലും ഈ ചന്തിയും ഒന്നും ഇല്ലെങ്കിൽ ഞാൻ പിന്നെ വേസ്റ്റാണ്. അപ്പോൾ ഇത്ര ആൾക്കാരുടെ മുന്നിൽ ഞാൻ പിടിച്ചു പോകണമെങ്കിൽ ഐ നീഡ് ടു ഹാവ് സം മസിൽസ്. ഒരു നോർമലിനെക്കാട്ടും കൂടുതലായിട്ടുള്ള ഒരു മസിൽസ് ഉണ്ടായാലും മാത്രമേ എനിക്ക് ജഡ്ജസിൻ്റെ മുന്നിൽ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റൂ അല്ലേ? അപ്പോൾ ഈ റാപ്പിഡ് മസിൽ ഗ്രോത്ത് ആണ് മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. ആനബോളിക് സ്റ്റെറോയിഡ്സിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ് റാപ്പിഡ് മസിൽ ഗ്രോത്ത്. അപ്പോൾ നിങ്ങൾ നാച്ചുറലായിട്ട് ഒരു 10 വർഷമൊക്കെ ട്രെയിൻ ചെയ്താലും നിങ്ങൾക്ക് ആ ഒരു ഗ്രോത്ത് കിട്ടൂല. അതേസമയം ഒരു 2 വർഷം അല്ലെങ്കിൽ 1 വർഷം 3 വർഷം സൈക്കിള്, അതായത് സ്റ്റെറോയിഡ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ പുള്ളിക്ക് ആ ഒരു പെട്ടെന്ന് മസിൽ ഗ്രോത്ത് ആയിരിക്കും പുള്ളിക്ക് കിട്ടും. കാരണം പുള്ളി ഇനിയിപ്പോൾ പ്രൊഫഷണലായിട്ട് ബോഡി ബിൽഡിംഗ് ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് പുള്ളിക്ക് അതിൻ്റെ ആവശ്യമാണ്, റാപ്പിഡ് മസിൽ ഗ്രോത്തിൻ്റെ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പോലെ സാധാ ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല അല്ലേ? ഇപ്പം എനിക്ക് അതിൻ്റെ ആവശ്യമുള്ള, എനിക്കിപ്പോൾ ആരെ കാണിക്കാനാണ്? ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണ്.
ഞാൻ അതിന് കോമ്പറ്റീഷന് പോയിട്ടില്ല. കോമ്പറ്റീഷന് പോകുമ്പോൾ അവിടെ കളി വേറെയാണ്. അവിടെ ചെന്ന് നമ്മൾ നാച്ചുറൽ എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നമുക്ക് മസിൽ സൈസും ഗ്രോത്തുമാണ് മാറ്റർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ആക്ച്വലി ബോഡി ബിൽഡേഴ്സ് ആനബോളിക് സ്റ്റെറോയിഡ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? റാപ്പിഡ് മസിൽ ഗ്രോത്ത്. ഓക്കെ, രണ്ടാമത്തത് സ്ട്രെങ്ത് ഗെയിൻസ്. എന്താണ് സ്ട്രെങ്ത് ഗെയിൻ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബോഡി ബിൽഡേഴ്സ് മാത്രമാണോ ഈ സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുന്നത്? വേറെ വിഭാഗത്തിലുള്ള ആൾക്കാർ യൂസ് ചെയ്യാറില്ല. ഓഫ് കോഴ്സ് അവരും യൂസ് ചെയ്യാറുണ്ട്. അവരെന്താ യൂസ് ചെയ്യുന്നത്? അവർ സ്റ്റെറോയിഡ്സ് തന്നെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ബോഡി ബിൽഡിംഗ് സ്പെസിഫിക് സ്റ്റെറോയിഡ്സ് അല്ലായിരിക്കും, വേറെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റെറോയിഡ്സ് ആയിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ പവർ ലിഫ്റ്റേഴ്സ്, പിന്നെ ആം റെസ്ലേഴ്സ്, ഈ പഞ്ചഗുസ്തി പിടിക്കുന്ന ടീംസ്, പിന്നെ അതേപോലെ തന്നെ വേറെ റെസ്ലിങ്, അതിലൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ നമുക്ക് സ്റ്റെറോയിഡ്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അവരാരും ഓപ്പണായിട്ട് പറയൂല. ബട്ട് അവരെന്തുകൊണ്ടാണ് അവർ യൂസ് ചെയ്യുന്നത്? അവർക്ക് ബോഡി വേണമെന്നില്ല. അവർക്ക് ബോഡി ജഡ്ജസിന് മുന്നിൽ ചെന്ന് ബോഡി കാണിക്കണമെന്നല്ല അവർ നോക്കുന്നത്. അവർക്ക് ആ ഒരു സ്ട്രെങ്ത് ഗെയിനാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് മസിൽ ഗ്രോത്ത് വരുമ്പോൾ നാച്ചുറലായിട്ട് സ്ട്രെങ്ത് വരും. നാച്ചുറലായിട്ട് നമ്മൾ ആ മസിൽസിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാലും ഭയങ്കര സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം പവർ ലിഫ്റ്റേഴ്സ്, പിന്നെ അതേപോലെ ആം റെസ്ലേഴ്സ്, ഇവരൊക്കെയാണ് കൂടുതലും സ്റ്റെറോയിഡ്സ്. വേറെ ഒരു വിഭാഗം അവരാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഒരു ഹൈ കോമ്പറ്റീഷൻ ലെവലിലൊക്കെ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒപ്പോണൻസ് ഒക്കെ നല്ല സ്ട്രോങ് ആണെങ്കിൽ അവരൊരു 6 മാസം മുന്നേക്ക് അവർ സ്റ്റെറോയിഡ് എടുക്കും. എന്നിട്ട് അവർ ട്രെയിൻ ചെയ്തിട്ടായിരിക്കും അവർ ഇറങ്ങുക. ഓക്കെ, ഇനി അടുത്ത അഡ്വാൻറ്റേജ് ആണ് ഫാസ്റ്റ് റിക്കവറി. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഫാസ്റ്റ് റിക്കവറി. അപ്പോൾ എന്താണ് റിക്കവറി? അപ്പോൾ റിക്കവറി എന്ന് പറഞ്ഞാൽ എന്താ? ഡാമേജ് ചെയ്ത മസിൽസിന് നമുക്ക് റിക്കവറി കൊടുക്കുന്ന എന്താണ്? ഉറക്കം, പിന്നെ അതേപോലെ നാച്ചുറൽ മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഉറക്കം, പിന്നെ അതുപോലെ തന്നെ ഫുഡ്. ഇതൊക്കെയാണ് ആക്ച്വലി നമ്മുടെ മസിൽസിന് റിക്കവർ ചെയ്യുന്നത്. പിന്നെ പ്രോട്ടീൻ പൗഡർ ആണെങ്കിൽ അതും കുടിച്ചാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു റിക്കവറി കിട്ടും. പക്ഷേ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫാസ്റ്റർ റിക്കവറി. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു സാധാരണ ഒരു സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യാത്ത ഒരാളുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു ശരാശരി ഒരു ആവറേജ് ജിം ഗോവറിൻ്റെ ശരീരത്തിൽ നടക്കുന്ന റിക്കവറി എന്ന് പറയുന്നത് ആവറേജ് റിക്കവറിയാണ്, അല്ലേ? അതായത് നമ്മൾ ഇപ്പോൾ ഒരു 60 കിലോ ബെഞ്ച് പ്രസ് അടിച്ചു, കുറേ മാസത്തിന് ശേഷമായിരിക്കും ഒരു 80 കിലോ ബെഞ്ച് പ്രസ് അടിക്കാൻ പറ്റുന്നു, അല്ലേ? അതെന്തുകൊണ്ടാണ്? അത്രയും സമയം റിക്കവറി ആയിട്ടാണ് നമുക്ക് അങ്ങനെ അടിക്കാൻ പറ്റുന്നത്. അപ്പോൾ വൺസ് മസിൽ റിക്കവർ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ട്രെങ്ത് കിട്ടുള്ളൂ, അല്ലേ? ഇനി ഫാസ്റ്റ് റിക്കവറി എന്ന് പറയുമ്പോൾ ഈ സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ പെട്ടെന്ന് റിക്കവറാവും. പെട്ടെന്ന് റിക്കവർ എന്ന് പറഞ്ഞാൽ അവർ ഒരു 24-72 മണിക്കൂറിനുള്ളിൽ തന്നെ അവർ റിക്കവറാവും. അപ്പം അവർ ഹെവി ട്രെയിനിങ് ആയിരിക്കും, ഹെവി വോളിയം ആയിരിക്കും. അപ്പോൾ വൺസ് അവർ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെന്ന് ഫുഡ് കഴിക്കും, ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങും, അടുത്ത ദിവസം അവർ ഫ്രഷ് ആയിരിക്കും. ജിമ്മിൽ വരും, അതേ സെയിം വോളിയം തന്നെ അടിക്കും, ചിലപ്പോൾ അതിനെക്കാട്ടും കൂടുതൽ. അവർക്ക് ഒന്നും തോന്നില്ല, അവർക്ക് ഈസി ആയിട്ട് അടിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഒരു 100 കിലോ എനിക്ക് ബെഞ്ച് പ്രസ് അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ എൻഹാൻസ്ഡ് ആണെങ്കിൽ എനിക്കൊരു 3-4 മാസത്തിനുള്ളിൽ എനിക്ക് 140-150 കിലോ ബെഞ്ച് പ്രസ് അടിക്കാൻ പറ്റും. അതെങ്ങനെ പറ്റുന്നത്? ചിലപ്പോൾ അതിനെക്കാട്ടും പെട്ടെന്നാവും. ചിലപ്പോൾ ഒരു 2 മാസം 1 മാസത്തിനുള്ളിൽ എനിക്ക് 140 അടിക്കാൻ പറ്റും. അത് ഡിപ്പെൻസ് അപ്പോൺ ദ ജെനറ്റിക്സ്. ഓക്കെ, അപ്പോൾ അതിന് ആ ഗ്രോത്ത് കൊടുക്കുന്നത് സ്റ്റെറോയിഡാണ്. സ്റ്റെറോയിഡ് നമ്മുടെ റിക്കവറിയുടെ റേറ്റ് കൂട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ റേറ്റ് കൂട്ടുമ്പോൾ എന്ത് പറ്റും? നമുക്ക് പെട്ടെന്ന് റിക്കവറി റേറ്റ് കൂടുമ്പം നമുക്ക് അതിനനുസരിച്ചുള്ള വർക്കൗട്ടിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള എന്ത് കിട്ടും? മസിൽ ഗ്രോത്തും മസിൽ സൈസും കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതാണ് മെയിൻ സാധനം, ഫാസ്റ്റർ റിക്കവറി. അപ്പോൾ ഇതാണ് ആൾക്കാർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നാച്ചുറൽ ആൾക്കാർക്ക് ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ എടുക്കും. ഇറ്റ് ഡിപ്പെൻസ്. അവൻ്റെ ആ ഒരു ഡയറ്റും റിക്കവറി കാര്യങ്ങളൊക്കെ വെച്ച്, ഡയറ്റും ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു 3 ദിവസം 4 ദിവസം, ചിലപ്പോൾ ഒരാഴ്ച ഒക്കെ എടുക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ സ്റ്റെറോയിഡ്സിൻ്റെ കേസിൽ അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. അവർക്ക് പെട്ടെന്നായിരിക്കും റിക്കവർ ആവുന്നത്. ക്ലിയർ അല്ലേ? അടുത്താണ് ആനബോളിക് സ്റ്റെറോയിഡ്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ഇതാണ് മിക്ക ആൾക്കാർക്കും താല്പര്യം. ഡിസഡ്വാൻറ്റേജസ് എന്താണ്, അല്ലേ?
അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയും എടാ നീ അടിച്ചു സ്റ്റെറോയിഡൊക്കെ അടിച്ചു നിൻ്റെ ചുക്കാമണിയൊക്കെ ചെറുതായി ചുക്കാമണി ഡിങ്കിൾ ബെൽസ് ഓക്കെ. അപ്പോൾ അത് ശരിയാണ്, അത് പറയുന്നതിൽ കറക്റ്റാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഡിസഡ്വാൻറ്റേജ് ആണ് നാച്ചുറൽ ടെസ്റ്റോസ്റ്റിറോൺ സപ്രഷൻ. അപ്പോൾ സപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടെസ്റ്റോസ്റ്റിറോണിൻ്റെ പ്രൊഡക്ഷൻ റേറ്റ് നിർത്തി. അതായത് നമ്മുടെ ശരീരത്തിൽ നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ബാക്കി നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ വേറെ രൂപങ്ങൾ, അതായത് ഡയനബോള്, പിന്നെ അതേപോലെ ട്രെന്ന്, അങ്ങനത്തെ കുറേ സ്റ്റെറോയിഡ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡി എന്താ ചെയ്യുക, അതിന് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നാച്ചുറൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഇത് സ്റ്റോപ്പ് ചെയ്യും. ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. കാരണം അതിൻ്റെ ആവശ്യമില്ല. അത് നമ്മുടെ ബോഡീൻ്റെ ഒരു മെക്കാനിസമാണ്. മനസ്സിലാവുന്നില്ല? അതായത് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങളൊരു ബക്കറ്റിൽ നിങ്ങൾ വെള്ളം ഇങ്ങനെ കോരി നാച്ചുറലായിട്ട് നിങ്ങൾ ഒരു ബക്കറ്റിൽ ഇങ്ങനെ വെള്ളം കോരി ഇങ്ങനെ ഇടുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇട്ടിട്ടാണ് അത് ആ ബക്കറ്റിൽ ആ ഒരു വെള്ളത്തിൻ്റെ ലെവൽ കൂട്ടി വരുന്നത്. പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് മടുത്ത്, ഇനി എത്ര പറഞ്ഞ് നമ്മൾ ബക്കറ്റിലൊക്കെ ഇങ്ങനെ വെള്ളം കോരിയിടും. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? ഓരോ പൈപ്പ് അങ്ങോട്ട് തുറന്നു. പൈപ്പ് തുറക്കുമ്പോൾ പിന്നെ നമ്മൾ ബക്കറ്റിൽ വെള്ളം ഇടേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി പൈപ്പിൽ നിന്ന് വെള്ളം കിട്ടുന്നുണ്ട് അല്ലേ? പിന്നെ എന്തിനാ ബക്കറ്റിൽ നിന്ന് ഇതിലോട്ട് വെള്ളം ഇടണം, കപ്പിൽ നിന്ന് വെള്ളം ഇടണം? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതും ഇതും കൂടി കഴിഞ്ഞാൽ അത് ഓവറായി പോകും. വെള്ളത്തിൻ്റെ അളവ് ഓവറായി പോകും, അത് വെള്ളം ഓവർഫ്ലോ ആയി പോകും. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ബോഡി എന്ത് ചെയ്തു? ബോഡി പറയും അയ്യോ ഇവനിപ്പോൾ പുറത്തുനിന്ന് ടെസ്റ്റോസ്റ്റിറോൺ എടുക്കുന്നുണ്ട്, അപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അപ്പോൾ ഞാൻ ഇവിടെ വെറുതെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് ടെസ്റ്റോസ്റ്റിറോൺ എങ്ങനെ ഇരിക്കും? പുറത്തു നിന്ന് മറ്റേ ഡയനബോളും മറ്റേ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതായിരിക്കും അവൻ്റെ പുതിയ ടെസ്റ്റോസ്റ്റിറോൺ. അതായിരിക്കും അവൻ്റെ ബോഡിയിൽ ഈ പറഞ്ഞ പോലെ മസിൽ ഗ്രോത്ത് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺസ്. ഓക്കെ. അപ്പോൾ എന്താ ആക്ച്വലി നടക്കുന്നത്? നാച്ചുറൽ ടെസ്റ്റോസ്റ്റിറോൺ സപ്രഷൻ. ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ പ്രൊഡക്ഷൻ അവിടെ നിർത്തലാകും. ക്ലിയർ അല്ലേ? ഇനി അടുത്താണ് സെക്സ്വൽ ഡിസ്ഫങ്ഷൻ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്, സെക്സ്വൽ ഡിസ്ഫങ്ഷൻ. അപ്പോൾ ചില ആൾക്കാർക്ക്, ചില ബോഡി ബിൽഡേഴ്സിന് അങ്ങനെ ഒരു പ്രോബ്ലംസ് ഉണ്ടാവാറില്ല, ചില ബോഡി ബിൽഡേഴ്സിന് ഉണ്ടാവാറുണ്ട്. അത് ചിലപ്പോൾ അവർ അവർ ചിലപ്പോൾ എന്തെങ്കിലും അവർ യൂസ് ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം. ബട്ട് സ്റ്റിൽ ഇത് എല്ലാ ബോഡി ബിൽഡേഴ്സും ഫേസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, മിക്ക ആൾക്കാരും ഫേസ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ സെക്സ്വൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ്? നമ്മുടെ ഈ സാമാനം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതെങ്ങനെ നിൽക്കില്ല, ഇതെങ്ങനെ ചിലപ്പോൾ വാടിപ്പോകും. ഓക്കെ. ഇപ്പോൾ ഞാൻ അതിന് പിള്ളേരൊക്കെ കാണുന്ന വീഡിയോ ആണ്, അപ്പോൾ ഞാൻ അതിന് കൂടുതലൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ആ സാധനം. ഓക്കെ. അടുത്ത വരുന്നതാണ് കാർഡിയോ വാസ്കുലർ ഇഷ്യൂസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാർഡിയോ വാസ്കുലർ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. അപ്പോൾ ഹാർട്ടിൻ്റെ ബീറ്റ് കൂടും, പിന്നെ അതേപോലെ ഹാർട്ടിൻ്റെ ഇല്ലാത്ത കുറേ ഈ ബ്ലോക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരും. ഓക്കെ. സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുമ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, ബട്ട് അത് വരുന്നുണ്ട്. മിക്ക ബോഡി ബിൽഡേഴ്സും ഒരു ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് കാരണമാണ് അവർ മരിച്ചു പോകുന്നത്. ക്ലിയർ? ഇപ്പോൾ ഈ അടുത്ത് തന്നെ കുറേ ബോഡി ബിൽഡേഴ്സ് അങ്ങനെ മരിച്ചു പോയിട്ടുണ്ട്. അതും അത്ര വലിയ പ്രായവുമില്ല, ഒരു 40 കൂടിപ്പോയൊരു 40-42. അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവർ കൂടുതലും മരിച്ചു പോകുന്നത്, ഹൈ പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവലിലൊക്കെ പങ്കെടുക്കുന്ന ബോഡി ബിൽഡേഴ്സിനൊക്കെ കാർഡിയോ വാസ്കുലർ ഇഷ്യൂസ് കാരണം മരണപ്പെടാറുണ്ട്. ഓക്കെ. ചില ആൾക്കാർക്ക് ഉണ്ട്, ബട്ട് സ്റ്റിൽ അവർ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് കാർഡിയോ വാസ്കുലർ ഇഷ്യൂസ്, അതായത് ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ്. പിന്നെ വരുന്നതാണ് ലിവർ ടോക്സിസിറ്റി. ലിവർ ടോക്സിസിറ്റി കൂടുതലും വരുന്നത് ഈ ഓറൽ ആനബോളിക്
ഓറൽ ആനബോളിക് സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുമ്പോഴാണ്. അതായത് ഈ ഇഞ്ചെക്റ്റബിൾ ആനബോളിക് സ്റ്റെറോയിഡ്സ് ഉണ്ട്, ഓറൽ നമ്മൾ മെഡിസിൻ്റെ ടാബ്ലറ്റ് പോലെ കഴിക്കുന്ന സ്റ്റെറോയിഡ് ഉണ്ട്. ഇഞ്ചെക്റ്റബിൾ സ്റ്റെറോയിഡ്സിന് അങ്ങനെ ലിവർ ടോക്സിസിറ്റി വരാറില്ല. കൂടുതലും വരുന്നത് ഓറൽ, അതായത് നമ്മൾ ഗുളികയുടെ രൂപത്തിൽ സ്റ്റെറോയിഡ്സ് കഴിക്കുമ്പോഴാണ് ലിവർ ടോക്സിസിറ്റി വരുന്നത്. അപ്പോൾ ലിവറിന് അത് ഡാമേജ് ചെയ്യും. അപ്പോൾ ഡയാനബോളൊക്കെ നമുക്ക് ടാബ്ലറ്റിൻ്റെ ഫോമിൽ കിട്ടാറുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് സ്റ്റെറോയിഡ്സ് ഇഞ്ചെക്ഷൻ ത്രൂ യൂസ് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല, പേടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും, അവർ ടാബ്ലറ്റ് യൂസ് ചെയ്യും. അപ്പോൾ ടാബ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമിലൂടെയാണ് പോകുന്നത്. ഈ ഡൈജസ്റ്റീവ് സിസ്റ്റമിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ബ്രേക്ക് ഡൗൺ ആയിട്ടൊക്കെയാണ് ബ്ലഡ് സ്ട്രീമിലോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റമിൽ പോകുമ്പോൾ അവിടെ ലിവറിന് അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല, അത് എൻസൈംസിന് അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല, ലിവറിൻ്റെ എൻസൈംസിന്. അപ്പോൾ അതുകൊണ്ട് ലിവറിന് അത് എഫക്റ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? അടുത്താണ് കോമൺ ആയിട്ടുള്ള ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റുന്ന സ്റ്റെറോയിഡ്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. അതായത് ആദ്യത്തെ ഇതാണ് ആക്നി. ആക്നി എന്ന് പറയുമ്പോൾ അറിയാലോ, ചുടുകുരു, കുരു, ഇവിടെ കുരു, ഇവിടെ കുരു, ബാക്കിലൊക്കെ ഇങ്ങനെ വലിയ കുരുവൊക്കെ ആയിരിക്കും. നമ്മുടെ അണ്ണനുണ്ടല്ലോ സാംസുലക്ക്, അപ്പോൾ പുള്ളിയുടെ മുഖത്തൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, പുള്ളിക്കൊക്കെ ഇവിടെയൊക്കെ കുരുവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ബാക്കിലൊക്കെ കുറേ കുരുകളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി ഒരു ബാക്ക് പോസൊക്കെ അടിക്കുമ്പോൾ ബാക്കിലൊക്കെ ഇങ്ങനെ നല്ല ഷേപ്പായിട്ട് കുറേ കുരുകളൊക്കെ കാണാം. അപ്പോൾ അത് എല്ലാ ബോഡി ബിൽഡേഴ്സിനും, മിക്ക ബോഡി ബിൽഡേഴ്സിനും അത് മാനേജ് ചെയ്യാറുണ്ട്. അവർ എന്തെങ്കിലും ക്രീമൊക്കെ തേച്ച് അവർ മാനേജ് ചെയ്യാറുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ആക്നി മിക്ക ബോഡി ബിൽഡേഴ്സിന് കാണപ്പെടാറുണ്ട്, സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുന്ന ബോഡി ബിൽഡേഴ്സിന് കാണപ്പെടാറുണ്ട്. പിന്നെയാണ് ഗൈനോ. അപ്പോൾ ഗൈനോകൊമേഷ്യ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. അതായത് മെയിൽസിൽ വരുന്ന എന്താ പറയുക, ചെസ്റ്റ് ഗ്രോത്ത്. ഇവിടെ മെയിൽസിലൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് നിപ്പിൾസാണ്, ഈ നിപ്പിൾസിൻ്റെ അണ്ടറിലാണ് ഒരു എക്സ്ട്രാ ഗ്ലാൻഡ് വരും. അപ്പോൾ ഈ എക്സ്ട്രാ ഗ്ലാൻഡ് വരുമ്പോൾ ഒരു എന്താ പറയുക, ഒരു പഫിനെസ് ഉണ്ടാവും ചെസ്റ്റിലൊക്കെ. അപ്പോൾ ആക്ച്വലി ഈ ബോഡി ബിൽഡേഴ്സിനൊക്കെ അത് വരാറുണ്ട്, മിക്ക ബോഡി ബിൽഡേഴ്സിനും അത് വരാറുണ്ട്. ഇപ്പോൾ ഈ അടുത്തായിട്ട് കുറേ ബോഡി ബിൽഡേഴ്സിന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഗൈനോകൊമേഷ്യ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഗൈനോകൊമേഷ്യേൻ്റെ ഒരു റെമഡി എന്താണെന്ന് വെച്ചാൽ ത്രൂ മെഡിസിൻ ചെയ്യാറുണ്ട്. ബട്ട് സ്റ്റിൽ മെഡിസിൻ അത്ര സക്സസ്ഫുൾ അല്ല, സർജറിയാണ് മിക്ക ആൾക്കാരും ചെയ്യുന്നത്. ആ ഗ്ലാൻഡ് എടുത്ത് അവർ കളയും, ഈ നമ്മുടെ നിപ്പിൾസിൻ്റെ അടിയിലുള്ള ഗ്ലാൻഡ് എടുത്ത് കളയും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്, ഗൈനോ വരും. പിന്നെ അതേപോലെ മൂന്നാമത്തെയാണ് വേറെ എന്ത് പോയാലും കുഴപ്പമില്ല, നമ്മുടെ മുടി മാത്രം പോകാൻ മതി, മനസ്സിലാവും. അപ്പോൾ ഇതാണ് മിക്ക ആൾക്കാർക്കും പേടി, ഹെയർ ലോസ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഹെയർ ലോസ് വരാറുണ്ട്. ഓക്കെ, ചില ആൾക്ക് കഷണ്ടിയായി പോകും. അപ്പം ഞാൻ കഷണ്ടിയായ കുറച്ചോനെ കാക്കണ. ഓക്കെ, അപ്പോൾ ഹെയർ ലോസ് അതും വരാറുണ്ട്. അപ്പോൾ ആ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂടുമ്പോൾ ഹെയർ ലോസ് വരാനുള്ള സാധ്യത കൂടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസഡ്വാൻറ്റേജ്. ബേസിക് ഡെഫിനേഷനാണ് ഞാനിവിടെ സ്റ്റെറോയിഡിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോയില്ല, നിങ്ങൾക്കൊരു ശരാശരി ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ സ്റ്റെറോയിഡ്സിനെ പറ്റി ഞാനിവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ അടുത്ത് കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു നാച്ചുറൽ സ്ക്വാഡ് എന്ന് പറയുന്ന, ഞാൻ സിഗ്മയാണ് എന്നൊക്കെ പറഞ്ഞൊരു പഹയൻ, പിന്നെ അതേപോലെ തന്നെ താടിയൊക്കെ വെച്ചൊരു പുള്ളി ബെർണാഡ് സോളമൻ, ഇവർ തമ്മിലൊക്കെ ഭയങ്കര, അത് അവരുടെ ഈ ഒരു യൂണിവേഴ്സാണ്. അപ്പോൾ അവിടെ കുറേ പേര്, ഇപ്പോൾ ഇവർ രണ്ടുപേരാണ് അതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ്, ഈ നാച്ചുറൽ സ്ക്വാഡും പിന്നെ ബെർണാഡ് സോളമൻ. അപ്പോൾ നാച്ചുറൽ സ്ക്വാഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എടാ എനിക്ക് ജെനറ്റിക്സ് ഇല്ലടാ, നീ അതാടാ, നീ മറ്റതാടാ, നീക്ക് ക്വാളിറ്റി ജെനറ്റിക്സ് ഇല്ല, എനിക്കാണ് ക്വാളിറ്റി. എനിക്കൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു സാധനം നമ്മൾ എന്ത് പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഞാൻ അത്ര പറഞ്ഞു. നമ്മൾ ഓരോ ആൾക്കാർക്കും ഓരോ ചോയ്സസാണ്, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ സ്റ്റെറോയിഡ് എടുക്കണോ ഇല്ലേ, അത് എൻ്റെ ചോയ്സാണ്. അപ്പോൾ അവനെടുക്കണോ ഇല്ലേ അവൻ്റെ ചോയ്സാണ്. ഓരോ ആൾക്കാർക്കും ഓരോ സ്പെസിഫിക് റീസൺസ് ഉണ്ടാവും. നമ്മളെന്തിനാ അതിനൊക്കെ നോക്കണം? ഞാൻ അത്ര പറയുന്നുള്ളൂ. അല്ല അവൻ്റെ ക്വാളിറ്റി ജീനില്ല, ഇവൻ്റെ ശരിയില്ല, എൻ്റെ ആണോ സൂപ്പർ,
അങ്ങനെയാണ് മറ്റേതാണ് മറിച്ചാണ് എനിക്ക് 10 പുള്ളപ്പൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിലൊന്നും കാര്യമില്ല. ബെർണാഡ് സോളമൻ എന്താ പറയുന്നത് വെച്ചാൽ പുള്ളി പറഞ്ഞത് കാര്യമുണ്ട്. പുള്ളി എന്താ പറഞ്ഞത്, നമ്മൾ കോമ്പറ്റീഷനിൽ ഇറങ്ങുമ്പോൾ ഓഫ് കോഴ്സ് അവിടെ നമുക്ക് നാച്ചുറലായിട്ട് പോയിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ ഇവർ മരുന്നടിച്ച് വരുന്ന ടീംസാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ നാച്ചുറലായി പോയി നമ്മൾ നാച്ചുറലായിട്ട് നമുക്കൊരു സ്റ്റേജ് ലെവല് മസിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ബട്ട് അത് ഉണ്ടാക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അത്ര വലിയ മസിൽ ഗ്രോത്ത് ഉണ്ടാവില്ല, ബട്ട് സ്റ്റിൽ നമുക്കൊരു ഏകദേശം, അതായത് ഒരു ഡയറ്റും റിക്കവറി പിന്നെ അങ്ങനെ തന്നെ നമ്മുടെ ഉറക്കമൊക്കെ ശരിയാണെങ്കിൽ നമുക്കൊരു സെറ്റാക്കി എടുക്കാൻ പറ്റും. വലിയ നാച്ചുറൽ ബോഡി ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാർ ഇവരൊക്കെ ഒരു 6 മാസം മുന്നേയൊക്കെ എന്തെങ്കിലുമൊക്കെ അടിച്ചിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കോമ്പറ്റീഷനിലൊക്കെ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അവർ നാച്ചുറലാണെന്ന് പറഞ്ഞാൽ അവർ ചെറിയ ഡോസിലൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വേറൊരു നാച്ചുറൽ റണ്ണർ ഉണ്ടായിരുന്നു, മൈക്കോ ഹേൺ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വാട്ട് ഈസ് ലവ് ബേബി ഡോണ്ട് ഹേർട്ട് മീ എന്നൊക്കെ പറഞ്ഞിട്ടൊരു മുടിയൊക്കെ വളർത്തി. ഓക്കെ, പുള്ളി ഇപ്പോഴും നാച്ചുറലാണെന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പുള്ളി പവർ ലിഫ്റ്ററാണ്, റെസ്ലറാണ്, എന്തൊക്കെയാണ്. എന്നിട്ട് പുള്ളി പറയുന്നത് ഐ ആം നാച്ചുറൽ എന്നൊക്കെ പറയും. എന്താന്ന് വെച്ചാൽ ഈ നാച്ചുറൽ ഈ സ്റ്റെറോയിഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല മസിൽ ഡെഫിനേഷൻ ഉണ്ടാവും, അതൊരു കാര്യം. പിന്നെ അവരുടെ ഈ ഡെൽറ്റും കാര്യങ്ങളൊക്കെ നല്ല 3D ഷേപ്പൊക്കെ ആയിരിക്കും. ഓക്കെ, ബട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളാരെയും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടും മാത്രമേ. അതൊക്കെ ഓരോ ആൾക്കാരുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ നാച്ചുറൽ സ്ക്വാഡും ബെർണാഡ് സോളമനും പിന്നെ അങ്ങനെ തന്നെ വേറെ ബോഡി ബിൽഡറൊക്കെ ആയിട്ട് തമ്മിൽ അവരൊക്കെ എന്തൊക്കെയോ ഒരു തർക്കമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ അടുത്താണ് ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഈ നാച്ചുറൽ സ്ക്വാഡ് ലക്ഷ്മൺ എന്ന് പറയുന്ന ഒരു ബോഡി ബിൽഡറിൻ്റെ അടുത്ത് പറയുന്നത്, നീക്കെന്ത് ജീനാടാ, ലക്ഷ്മൺ എന്ന് പറയുന്ന നല്ല പയ്യനാണ്, സോറി ഞാൻ പറയുന്നത് ലക്ഷ്മൺ എന്ന് പറയുന്ന നല്ല ബോഡി ബിൽഡർ. അവനൊരു ഫ്യൂച്ചർ ഉണ്ട്, അവനൊരു ബോഡി ബിൽഡിങ് ലെവലിൽ അവന് ഫ്യൂച്ചർ ഉണ്ട്. അതുകൊണ്ടാണ് അവന് സ്റ്റെറോയിഡ് യൂസ് ചെയ്യുന്നത്. എന്നും പറഞ്ഞാൽ സ്റ്റെറോയിഡ് യൂസ് ചെയ്യുന്നതിലും നമുക്ക് നല്ല ജെനറ്റിക്സ് വേണം. മനസ്സിലാകുന്നില്ല? ഇപ്പം എനിക്ക് ക്വാളിറ്റി ജെനറ്റിക്സ് ഇല്ല, മറ്റവന് നല്ല ജെനറ്റിക്സ് ഉണ്ട്. നമ്മൾ രണ്ടുപേരും മരുന്ന് യൂസ് ചെയ്തു, അവൻ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തു, ഞാൻ അത്ര റെസ്പോണ്ട് ചെയ്തില്ല. വെറുതെ മരുന്നടിച്ച് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഓരോ ആൾക്കാരുടെയും ജെനറ്റിക്സിനനുസരിച്ചിട്ടാണ് ആ ഒരു മസിൽ സൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ആരെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഞാൻ പറയുന്നത് ഓരോ ആൾക്കാർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ അവർ ആക്ച്വലി ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ അവർ ബോഡി ബിൽഡ് നമ്മളേക്ക് അവൻ്റെ ഒരു ഫ്യൂച്ചർ ഗ്രോത്തിന് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, കോമ്പറ്റീഷൻ ഹൈ ആകുമ്പോൾ എന്തായാലും അവർ സ്റ്റെറോയിഡ് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ സ്റ്റെറോയിഡിന് അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും അടിക്കുക. ഓക്കെ, സ്റ്റെറോയിഡ് ഞാൻ എൻകറേജ് ചെയ്യൂല ആരെയും, കാരണം ഞാൻ തന്നെ സ്റ്റെറോയിഡ് അടിച്ചിട്ടുള്ളത്. ഞാൻ പുട്ടും കടയിലും പഴയൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. മനസ്സിലാകുന്നില്ല? ഈ പുട്ടും കടയിലും പയറൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീട്ടടിക്കുന്നത്. ഞാൻ ഒരു ശബ്ദം എടുത്തിട്ടുള്ളതാണ്. ഞാൻ സ്റ്റെറോയിഡ് അടിക്കാതെ ഞാൻ ലിഫ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആദ്യമേ ഒരു ശബ്ദം എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു. ഇൻ കേസ് ഞാൻ ഫ്യൂച്ചറിൽ അങ്ങനെ എടുത്ത് ഞാൻ പറയും, എൻ്റെ ഫോളോവേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറയും, ഞാൻ സ്റ്റെറോയിഡ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഉരുണ്ട് മസിലൊക്കെ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയും, ഉറപ്പായിട്ട് പറയും. ക്ലിയർ? ഈ അടുത്ത് കുറേ ഫേക്ക് നാറ്റീസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഫേക്ക് നാറ്റീസ് എന്ന് പറയുമ്പോൾ അവർ ഒരു വർഷം ഒരു 6 മാസത്തിനുള്ളിലൊക്കെ ക്രിയേറ്റിനൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ടൊക്കെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ച്വലി നമ്മൾ ജിമ്മിൽ പോകുന്നത് എന്തിനാണ്? എല്ലാവർക്കും നല്ല ഫിറ്റ് ആവാനാണ് പോകുന്നത്. ഓരോ ആൾക്കാർക്കും ഓരോ പേഴ്സണൽ റീസൺസ് ആണ്. ചിലപ്പോൾ അവന് എന്തെങ്കിലും 2 മാസം കഴിഞ്ഞാൽ എന്തെങ്കിലും കല്യാണമായിരിക്കാം, ചില ആൾക്കാർക്ക് ബോഡി ഷേമിങ് കാരണമായിരിക്കാം വരുന്നത്. പക്ഷേ അതല്ല ഞാൻ പറയുന്നത്, അതൊക്കെ നമ്മുടെ ഫിസിക്കൽ എന്താ പറയുക, ഒരു സർഫേസ് ലെവലായിട്ടുള്ള ഒരു തിങ്കിങ് ആണ്. നമുക്ക് ആൾക്കാരുടെ മുമ്പിൽ കാണിക്കണം. ഓഫ് കോഴ്സ് അത് എല്ലാവർക്കും ഉള്ളതാണ് ആ ഒരു മൈൻഡ് സെറ്റ്. പക്ഷെ അതിനുപരി നമുക്കൊരു ഹയർ പർപ്പസ് വേണം. എന്താണ് ആ പർപ്പസ്? നമുക്ക് എന്നും തരണം ചെയ്യാനുള്ള ശേഷി, നമുക്ക് ഒരു മൈൻഡ് സെറ്റ്, നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ സ്ട്രോങ് ആക്കി എടുക്കണം.
നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമുക്കത് നേരിടാനുള്ള ശേഷി. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ജിമ്മിൽ നിന്ന് കിട്ടും. മനസ്സിലാവുക. അപ്പോൾ നമ്മൾ ഒരു ഡെഡ് ലിഫ്റ്റ് അടിക്കുമ്പോൾ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിൽ വേണം നമ്മൾ ഡെഡ് ലിഫ്റ്റ് അടിക്കാൻ. ഏത് ഹെവി വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിൽ വേണം നമ്മൾ ചെയ്യാൻ. അപ്പം നമ്മുടെ മൈൻഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനാണ് നമ്മൾ ആക്ച്വലി ജിമ്മിൽ പോകേണ്ടത്. അതായിരിക്കണം നമ്മുടെ മെയിൻ പർപ്പസ്. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ബൈ പ്രോഡക്റ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ജിമ്മിൽ കയറാം. നിങ്ങളുടെ ജീവിതകാലം മരിക്കുന്നത് വരെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യും. എന്തിനാ വർക്കൗട്ട് ചെയ്യുന്നത്? കാരണം എന്താണ്? നിങ്ങളുടെ മൈൻഡ് അതാണ് നിങ്ങളുടെ മെയിൻ. നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ ഒരു ലിഫ്റ്റ് ചെയ്തു, ഞാൻ ഇത്രയും വെയിറ്റ് എടുത്ത്, ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്, എന്നെ കൊണ്ട് പറ്റി, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡിപ്രഷൻ വരാനുള്ള സാധ്യത കുറയും. നമ്മളാരെയും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ പ്രൂവ് ചെയ്താൽ മതി. നമ്മുടെ ഫോം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ നോക്കാതെ നമ്മൾ അനലൈസ് ചെയ്യുക. നമ്മൾ എടുക്കുന്ന വെയിറ്റ് ഓക്കെ ആണെങ്കിൽ അത് മനസ്സിലാവും. അപ്പം അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്തത് ജിമ്മിൽ വെച്ച് കാണാം.